അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ മതവിദ്യാഭ്യാസം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഇസ്ലാമിക വിദ്യാഭ്യാസം നുകരുമ്പോൾ ധാരാളം ഫന്നുകൾ നാം ചർച്ച ചെയ്യാറുണ്ട്. അതിൽപ്പെട്ടതാണ് സർഫ്, നഹ്വ്, ഹദീസ് മുതലായവ. എന്നാൽ ഈ ഉലൂമുൽ ഖുർആൻ അതെന്താണെന്ന് വിശദീകരിച്ചു തരാം. ഉലൂമുൽ ഖുർആൻ ഒരു വലിയ വിജ്ഞാന ശാഖയാണ്. ഒരുപാട് വിജ്ഞാന ശാഖകൾ ഉൾക്കൊള്ളുന്ന വലിയ ഒരു മേഖല തന്നെയാണ് ഉലൂമുൽ ഖുർആൻ എന്ന് പറയുന്നത്. വിജ്ഞാനം, ഖുർആൻ വിജ്ഞാനം, അത് ഖുർആനെ സംബന്ധിച്ചുള്ള മുഴുവൻ വിജ്ഞാനങ്ങൾ, ഖുർആന്റെ പശ്ചാത്തലം, ഖുർആൻ അവതരിച്ച ഘട്ടങ്ങൾ, ഓരോ ആയത്തുകൾ ഇറങ്ങുന്നതിന്റെ പശ്ചാത്തലം, അസ്ബാബുൻ നുസൂൽ, ഇറങ്ങുന്നതിന്റെ കാരണങ്ങൾ, നാസിഖ് വൽ മൻസൂഖ്, പിന്നെ ഖുർആനിന്റെ പാരായണ രീതികൾ, പാരായണ നിയമങ്ങൾ തുടങ്ങി ഖുർആന്റെ അഹ്കാമുകൾ, മുത്തശാബിഹാത്തായ അഹ്കാമുകൾ, മുഹ്കമായത്തുകൾ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വലിയൊരു ശാസ്ത്ര മേഖല തന്നെയാണ് ഉലൂമുൽ ഖുർആൻ എന്ന് പറയുന്നത്. എപ്പോഴാണ് ഈ ഫന്ന് ആരംഭിക്കുന്നത്? ആരാണ് ഈ ഫന്നിന്റെ വാളി? ഈ ഫാദർ ഓഫ് ഉലൂമുൽ ഖുർആൻ അല്ലെങ്കിൽ ഉലൂമുൽ ഖുർആന്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ, ഉലൂമുൽ ഖുർആൻ ഒരു വ്യക്തി സ്ഥാപിച്ച ഒരു ഫന്നല്ല, മറിച്ച് ആ ഉലൂമുൽ ഖുർആനിലുള്ള ആ വിഷയങ്ങൾ, ഒരുപാട് ഫന്നുകൾ, അതൊക്കെ സംയോജിച്ച് കാലങ്ങൾ കൊണ്ട് പണ്ഡിതന്മാർക്കിടയിൽ രൂപാന്തരപ്പെട്ട വലിയ ഒരു ശാസ്ത്ര ശാഖയാണ് ഉലൂമുൽ ഖുർആൻ എന്ന് പറയുന്നത്. ആദ്യകാലത്ത് ഓരോ ആയത്തുകൾ അവതരിക്കുമ്പോൾ തന്നെ സഹാബാക്കൾ അതിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംശയം ചോദിക്കുമായിരുന്നു. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ സംശയങ്ങൾക്ക് വ്യക്തമായ മറുപടികളും നൽകും. ഈ മറുപടികൾ നമുക്ക് ഉലൂമുൽ ഖുർആനിൽ നിന്ന് ലഭിക്കുന്ന ആദ്യത്തെ ഉറവിടങ്ങളായി നമുക്ക് ലഭിക്കും. അങ്ങനെ ഓരോ ആയത്തുകളെ കുറിച്ചും ആയത്തിന്റെ പലവിധ നിയമങ്ങളെ കുറിച്ചും മുനസ്സൽ ഖുർആനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കിടയിലും സഹാബാക്കൾക്കിടയിലും ചർച്ച നടന്നു. ഓരോ ആയത്തുകൾ അവതരിക്കുമ്പോൾ തന്നെ അന്ന് അവിടെ ഉണ്ടായ സഹാബികൾ ഇന്ന ഒരു സന്ദർഭത്തിലാണ് ആയത്തുകൾ ഇറങ്ങിയത്, ഇന്നൊരു കാരണത്തിലാണ് ആയത്തുകൾ ഇറങ്ങിയതിനു ശേഷം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായി, ആയത്തിന് മുമ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായി, ഈ ഓരോ ആയത്തുകളെ കുറിച്ച് വിശദമായ ചരിത്രങ്ങൾ ഉണ്ടാകും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ ഉറവിടങ്ങളായി ഇതിന് ലഭിച്ചത്. പിന്നീട് ഹിജ്റ 400 ശേഷമാണ് ഉലൂമുൽ ഖുർആൻ എന്ന് പറയുന്ന വിഷയങ്ങളിലുള്ള ഗ്രന്ഥങ്ങൾ തുടങ്ങിയത്. അസ്ബാബുൻ നുസൂൽ, നാസിഖ്, മൻസൂഖ് ഇവരുടെ പ്രസക്തി എന്താണ്? അസ്ബാബുൻ നുസൂൽ, ഒരു ആയത്തുകൾ ഇറങ്ങാനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ ആ ആയത്തിന്റെ പശ്ചാത്തലങ്ങൾ, ചിലപ്പോൾ ചില വ്യക്തികളെ സംബന്ധിച്ച് വ്യക്തികളും കാരണത്താൽ ചില ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്, ചിലപ്പോൾ ചില സമൂഹത്തിന്റെ കാരണത്തിൽ ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇന്ന ഒരു സന്ദർഭത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത്, അല്ലെങ്കിൽ ഇന്നൊരു കാരണത്താലാണ് ഈ ആയത്ത് അവതരിച്ചതെന്ന് അറിയുമ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് പൂർണ്ണമായി ലഭിക്കുന്നു. ആയത്തിന്റെ അർത്ഥങ്ങൾ നമുക്ക് പൂർണ്ണമായി ലഭിക്കുകയാണ്. മദ്യം ഘട്ടം ഘട്ടമായാണല്ലോ നിരോധിക്കപ്പെട്ടത്. അപ്പോ ഈ മദ്യം നിരോധിക്കപ്പെട്ടതിന്റെ മദ്യം ഘട്ടഘട്ടമായി നിരോധിച്ചതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ജനങ്ങളിൽ ഈ മദ്യത്തെ കുറിച്ചുള്ള ഒരു അവബോധം സൃഷ്ടിക്കുക എന്ന് നമുക്ക് ഈ സബബുൻ നുസൂലിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. പലപ്പോഴും ഖുർആനെ വ്യാഖ്യാനിക്കുമ്പോൾ ഇതിന്റെ സബബുൻ നുസൂൽ അറിയാതെ ചിലപ്പോൾ വ്യാഖ്യാനിക്കുമ്പോൾ അത് തെറ്റായ നിഗമനങ്ങളിലേക്കും എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ നാസിഖ് മൻസൂഖിനെ കുറിച്ചുള്ള പഠനം വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതുപോലെ നസ്ഖ് മൻസൂഖ് ഇത് എന്താണെന്ന് ആദ്യം അറിയണം. നസ്ഖ് എന്ന് പറഞ്ഞാൽ ഒരു ആയത്തിനെയോ അല്ലെങ്കിൽ ആ ആയത്തിന്റെ നിയമത്തെയോ റദ്ദാക്കുക.
ഒരു ആയത്തിനെ മുമ്പിറങ്ങിയ ആയത്തിനെ ദുർബലപ്പെടുത്തുന്ന ആയത്തിനെയാണ് നാസിഖ് എന്ന് പറയുന്നത്. എന്നാൽ ആദ്യം ഇറങ്ങിയിട്ട് പിന്നീട് വേറൊരു ആയത്ത് കൊണ്ട് അതിനെ ദുർബലപ്പെടുത്തപ്പെട്ട ആയത്തിനെ മൻസൂഖ് എന്നും പറയും. അപ്പോ രണ്ട് ആയത്തുകളുടെ അർത്ഥങ്ങൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ അപ്പൊ പണ്ഡിതന്മാർ ഈ ആയത്താണ് നാസിഖ്, ഇപ്പോഴാണ് പ്രാബല്യത്തിൽ ഈ പ്രാബല്യത്തിലുള്ള നിയമം ഈ ആയത്തിൻ്റെതാണ്, മറ്റേ ആയത്തിന്റെ നിയമം ദുർബലപ്പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ നോക്കുന്നത് ആദ്യം ഇറങ്ങിയ ആയത്തിനെ മൻസൂഖാക്കിയിട്ടും രണ്ടാമത് ഇറങ്ങിയ ആയത്തിനെ നാസിഖാക്കിയിട്ടുമാണ് ഇങ്ങനെയുള്ള ഹുക്മുകൾ പണ്ഡിതന്മാർക്ക് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നാസിഖ്, സബബ് നുസൂലുകൾ ഇതൊക്കെ ആദ്യകാലത്ത് മുഫസ്സിരീങ്ങൾ തന്നെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഓരോ ആയത്തുകൾ വരുമ്പോഴും അതിന്റെ നക്കലടക്കം കൊടുത്ത് ഉദ്ധരിക്കാറുണ്ടായിരുന്നു. പാരായണ നിയമങ്ങളും പാരായണ രീതികളും ഉലൂമുൽ ഖുർആനിന്റെ ചരിത്രത്തിൽ എങ്ങനെയാണ് വികസിച്ചത്? പാരായണ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഖുർആൻ ഓതിക്കൊടുത്തു. ആ ഖുർആൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ സഹാബാക്കൾക്ക് ഓതിക്കേൾപ്പിച്ചു. ഖുർആനിന്റെ വലിയ ഒരു പണ്ഡിതൻ എന്നറിയപ്പെടുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പലരെയും ഖുർആന്റെ ഖിറാഅത്തുകൾ കൊണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ചരിത്രങ്ങളിൽ നമുക്ക് കാണാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇവർ പഠിപ്പിക്കുകയും ഇവരുടെ ശിഷ്യന്മാർ മുഖേന ഖുർആന്റെ പാരായണ രീതികൾ, പാരായണ നിയമങ്ങളൊക്കെ രൂപീകരിക്കപ്പെട്ടു. പിന്നീട് തജ്വീദിന്റെ വിഷയത്തില് എത്രയോ ആയിരത്തിലധികം തജ്വീദിന്റെ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. പാരായണ രീതികൾ എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ ഖിറാഅത്തുകൾ, അതിന് തെളിവുണ്ടല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, നസ്സലൽ ഖുർആനു അലാ സബഅതി അഹ്റുഫ്. ഈ ഹർഫ് എന്ന് പറയുന്നത് പണ്ഡിതന്മാർക്കിടയിൽ ഈ ഇതിന്റെ അർത്ഥം നിർണ്ണയിക്കുന്നതിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ പറയുന്നത് വ്യത്യസ്തമായ രീതിയിൽ എന്താക്കാൻ പറ്റും, ഖുർആനെ പാരായണം ചെയ്യാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കല് ഒരുപാട് ഗോത്ര വിഭാഗക്കാരായ ശിഷ്യന്മാരുണ്ടായിരുന്നല്ലോ. ഇപ്പോ ഇവിടെ കാസർഗോഡിൽ ഉപയോഗിക്കുന്ന ഭാഷയല്ല മറ്റൊരു ജില്ലയിൽ പോയി ഉപയോഗിക്കുന്നത്. മറ്റൊരു ജില്ലയിൽ പോയി പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. ഇങ്ങനെ ഈ ചെറിയ ഒരു സംസ്ഥാനത്തിൽ തന്നെ ഒരുപാട് ഭാഷകളുണ്ട്. ഒരു വാക്കിന് തന്നെ ഒരേ അർത്ഥമുള്ള വാക്കുകൾ തന്നെ വ്യത്യസ്ത രൂപത്തിൽ പ്രയോഗിക്കുന്നുണ്ട്. ഓരോ ജില്ലകളിൽ പോകുമ്പോൾ അതിങ്ങനെ മാറ്റം സംഭവിച്ചുകൊണ്ടേ വരുന്നുണ്ട്. അപ്പോ അത്ര വലിയ ഒരു അറേബ്യൻ ഉപഖണ്ഡത്തിലുള്ള ഒരുപാട് ശിഷ്യന്മാർ, അവർക്ക് വ്യത്യസ്ത ഭാഷകളായിരുന്നു. അപ്പോ അവരുടെ ഭാഷകൾക്കനുസരിച്ച് ഖുർആൻ ഓതൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവദനമാക്കി കൊടുത്തിരുന്നു. എന്നാല് ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചിട്ടില്ലാത്ത രീതിയിൽ പാരായണം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഈ ശിഷ്യന്മാരിൽ നിന്ന് വന്ന താബികളായ ഇമാം നാഫി അൽ മദനി, ഇബ്നു കസീർ അൽ മക്കി, ഇമാം ബസ്രി റളിയല്ലാഹു അൻഹു, ആസിം ഇബ്നു അബിൻ നജൂദ് അൽ കൂഫി, ഇവരുടെ ഖിറാഅത്തുകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇവരുടെ ശിഷ്യന്മാരിൽ വന്ന ഈ ഖിറാഅത്തുകൾ നമുക്ക് പിന്തുടരാൻ പറ്റും. എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇബ്നു ആസിം റളിയല്ലാഹു അൻഹുവിന്റെ ഖിറാഅത്ത് തന്നെയാണ്. ആദ്യകാല മുഫസ്സിറുകളായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മുജാഹിദ് റളിയല്ലാഹു അൻഹു, ഖതാദ റളിയല്ലാഹു അൻഹു, അതേ രൂപത്തിൽ പിൻകാല മുഫസ്സിരീങ്ങൾ ഉലൂമുൽ ഖുർആൻ നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ്? അതെ, മുഫസ്സിരീങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ശാസ്ത്രം ഉടലെടുക്കുന്നത്, ഉലൂമുൽ ഖുർആൻ എന്ന് പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അറിയപ്പെടുന്നത് തർജുമാനുൽ ഖുർആൻ എന്ന പേരിൽ ഇബ്നു അബ്ബാസ്, അതായത് സയ്യിദുൽ മുഫസ്സിരീൻ എന്ന പേരിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അറിയപ്പെടുന്നുണ്ട്.
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരുപാട് വിദ്യാർത്ഥികൾ, ഒരുപാട് ശിഷ്യന്മാരെ ഈ വിഷയത്തിൽ സമ്പാദിച്ചിട്ടുണ്ട്. അവരെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് മുജാഹിദ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അസ്ബാബുൻ നുസൂലുകൾ, നാസിഖ് മൻസൂഖുകളൊക്കെ ഒരുപാട് പരാമർശിച്ചിട്ടുണ്ട്. ഇത് ഇബ്നു മുജാഹിദ് റളിയല്ലാഹു അൻഹു ഇതെല്ലാം ക്രോഡീകരിച്ച് തഫ്സീർ രൂപത്തിലാക്കി. ഇബ്നു മുജാഹിദ് റളിയല്ലാഹു അൻഹു, അബീ ഖതാദ ഇവരൊക്കെയാണ് ആദ്യമായി വ്യവസ്ഥാപിതമായി ഈ തഫ്സീറുകൾ ക്രോഡീകരിച്ചത്. പിന്നീട് ഒരുപാട് ഇവരെ പിന്തുടർന്നുകൊണ്ട് ഒരുപാട് മുഫസ്സിരീങ്ങൾ രംഗത്ത് വന്നു. ഇമാം റാസി റളിയല്ലാഹു അൻഹു അഖലിയായ തെളിവുകൾ കൂടുതൽ കൊണ്ടുവന്നുകൊണ്ട് അന്നത്തെ മുഅ്തസിലി ചിന്താധാരയെ തന്നെ ഖുർആനിൽ നിന്ന് തെളിവ് ഒഴിച്ചുകൊണ്ട് അവരെ ഗണ്ഡിക്കുന്ന മഹാനായിരുന്നു ഇമാം റാസി റളിയല്ലാഹു അൻഹു. ഇതേ രൂപത്തിൽ ഖുർആൻ തഫ്സീറിന്റെ വിഷയത്തിൽ ഒരു എൻസൈക്ലോപീഡിയ എന്നറിയപ്പെടുന്ന നക്കല് പരമായി കൂടുതൽ പരാമർശിക്കുന്ന കിതാബ് ഇമാം തഫ്സീർ തബരി റളിയല്ലാഹു അൻഹുവിന്റെയാണ്. ഒരുപാട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷെ 10 മിനിറ്റിലൊന്നും നമുക്ക് ഈ ഉലൂമുൽ ഖുർആനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ ചർച്ച തന്നെ നമുക്ക് നടത്താൻ സാധ്യമല്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം, വീണ്ടും ഇതിന്റെ ചർച്ചകൾ നടത്താം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.